അധികമാരും കണ്ടിട്ടില്ലാത്ത ഒരു വെള്ളച്ചാട്ടം തൃശ്ശൂരിലുണ്ടെന്നാണ് നമ്മുടെ സൂരജ് സജീം ടീമും പറയുന്നത്. പ്രകൃതി രമണീയതയുടെ നിറകുടമായൊരു വെള്ളച്ചാട്ടമായി വട്ടായി. പേര് മറ്റേ തലയ്ക്കുള്ള വട്ടല്ല, വട്ടായി എന്നാണ് സ്ഥലത്തിന്റെ പേര്, ആ വെള്ളച്ചാട്ടത്തിന്റെ പേര്. തെക്കങ്കര പൂമല വട്ടായി കുടിവെള്ള പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജലാശയത്തോട് ചേർന്ന വെള്ളച്ചാട്ടമാണ് കൗതുക കാഴ്ചയാവുന്നത്. ചെപ്പാറക്കുന്നിൻ ചെരുവുകൾക്കിടയിലൂടെ ഒഴുകിയെത്തുന്ന ജലസ്രോതസ് വട്ടായിലെത്തുമ്പോഴാണ് രണ്ട് ചെറു വെള്ളച്ചാട്ടങ്ങളായി മാറുന്നത്. മഴക്കാലമായാൽ ഇവിടുത്തെ ജലമൊഴുക്കിന്റെ ഗതിവേഗം കൂടുതൽ ശക്തി പ്രാപിക്കും. വേനൽക്കാലത്ത് ആശ്വാസമാണ് വട്ടായി. അപ്പോൾ കാഴ്ചയ്ക്കും ഒപ്പം കുടിവെള്ളവും ഒക്കെയായി നിൽക്കുന്ന ആ വട്ടായിലെ വെള്ളച്ചാട്ടം നമുക്ക് കണ്ടിട്ട് വരാം. തൃശൂർ നഗരത്തിൽ നിന്ന് കുറച്ചകലെ 13 കിലോമീറ്റർ മാറിയുള്ള വട്ടായി എന്ന വെള്ളച്ചാട്ടത്തിലേക്കാണ് ഇന്നത്തെ യാത്ര. നല്ല ചൂട് കാലമാണ്, അതുകൊണ്ട് കുറച്ച് തണുപ്പൊക്കെ ആസ്വദിച്ച് വരാൻ വേണ്ടിയുള്ള പോക്കാണ്. അപ്പം പിന്നെ പോയാലോ നേരെ വട്ടായിക്ക്? എന്നാ പിന്നെ പോട്ട വണ്ടി വട്ടായിക്ക്. പ്രധാന പാതയിൽ നിന്ന് അല്പം മാറിതാ ഇങ്ങനെ ഈ പാറക്കെട്ടുകൾക്ക് നടുവിൽ ഒളിപ്പിച്ചു വച്ച അത്ഭുതമാണ് അക്ഷരാർത്ഥത്തിൽ വട്ടായി. ആ അത്ഭുതങ്ങളിലേക്കാണ് ഇനി നമ്മൾ നടന്നു പോകുന്നത്. മുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം വീഴുന്ന ഇടം പിന്നീട് ഒരു കുഴിയായി മാറുന്നു, അതും വട്ടത്തിലുള്ള കുഴി. അങ്ങനെയാണ് ഈ വട്ടായി എന്ന പേരിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഇവിടുത്തുകാർ പറയുന്നത്. ഈ വെള്ളച്ചാട്ടത്തിൽ വന്നിട്ട് ഈ കാലിങ്ങനെ ഇറക്കി വെള്ളത്തിലേക്ക് വെച്ചതാണ്. പക്ഷേ മീനുകൾ ഇങ്ങനെ പൊതിയാണ്. നമ്മൾ ഈ പലപ്പോഴും പാർക്കിലൊക്കെ പോയിട്ട് ഫിഷ് തെറാപ്പി ഒക്കെ ചെയ്യാറുണ്ടോ? അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല അല്ല വിഷ്ണു? അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഞാൻ തൃശ്ശൂർക്കാരാണ്, പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഈ സംഭവം കിഡുമായിട്ടുണ്ടെന്നായാലും അതായത് ഇത് കാലിങ്ങനെ ഇറക്കി വെച്ചപ്പോൾ എറണാകുളത്തെ എൻ്റെ നാട്ടിലേക്കൊക്കെ പറയാം നമ്മൾ കല്ലേമുട്ടി എന്ന് പറയുന്ന മീനാണ്. ആ മീനിങ്ങനെ രണ്ട് കാലിലും വന്നിട്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ട് നമ്മൾ ഈ ഫിഷ് തെറാപ്പി ഒക്കെ ചെയ്യാൻ വേണ്ടി കാലിറക്കി വെച്ചാൽ എങ്ങനെ ഉണ്ടാകുമോ അതേ ഫീലാണ്. നമ്മുടെ ക്യാമറാമാൻ ബിനേഷ് ബാബുരാജ് ഇവിടെ നിന്ന് വിഷ്വൽ എടുത്തിട്ട് ഈ മീനിന്റെ ശല്യം കാരണം വിഷ്വൽ എടുക്കുന്നത് പുറകിലേക്ക്, അതായത് മുകളിലേക്ക് കയറി നിൽക്കുകയാണ് വിഷ്വൽ എടുക്കാൻ വേണ്ടി. അത്രമാത്രം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഫീലാണ്.
കാണുന്നതൊന്നുമല്ല വട്ടായിയുടെ സൗന്ദര്യം. അത് മഴക്കാലമാകണം. മഴക്കാലത്ത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ചേലാണ് ഈ വട്ടായി വെള്ളച്ചാട്ടത്തിനുള്ളത്. അതോടൊപ്പം തന്നെ സുരക്ഷിതമായ ഒരിടമാണ്. അതുകൊണ്ടാണ് കുട്ടികളാകട്ടെ സ്ത്രീകളാവട്ടെ ഏവരെയും ഇങ്ങോട്ടേക്ക് ആകർഷിക്കുന്നത്. വലിയ താഴ്ചയൊന്നുമില്ല, വലിയ ആഴം കുറഞ്ഞ ഒരു പ്രദേശം. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് കുട്ടികൾക്കടക്കം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാം. ഞാൻ ഇവിടെ കുറെ തവണ വന്നിട്ടുണ്ട്. എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല രസം ഇവിടെ ഇരിക്കാനൊക്കെ. വട്ടായുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു കയറുന്നതിന് ടിക്കറ്റ് പൈസ ഇല്ല, നമ്മളൊരു ചാർജ് ഈടാക്കണില്ല. ഇപ്പോൾ നമ്മുടെ സ്ഥലത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ അത് റോഡ് സൈഡിൽ വണ്ടി ഇടാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ആൾക്കാർ കഴിക്കുന്ന ഫുഡ് വേസ്റ്റുകൾ ഇടാൻ നമ്മൾ വേസ്റ്റ് ബിന്നുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊന്നും നമ്മളൊരു പൈസ ആഡ് ചെയ്യണില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രത്യേകത. അപ്പോൾ എല്ലാവർക്കും വന്ന് എൻജോയ് ചെയ്ത് കുളിച്ച് സന്തോഷമായി ഒരു ദിവസം പോവുക. പിന്നെ നമ്മുടെ കടയിൽ വരെ ഒരു ചായ കുടിക്കുക, കഴിക്കുക, അന്നത് കഴിഞ്ഞാൽ സന്തോഷമായിട്ട് പിരിയുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വേനലാകുന്നു, ചൂട് കൂടുന്നു, ഇതിനിടയിൽ ചെറിയ തണുപ്പൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ധൈര്യമായി വട്ടായിലേക്ക് പോരാം. ചെറുതും വലുതുമായ വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത ഒരുക്കി വട്ടായി നിങ്ങൾക്കായി കാത്തിരിപ്പുണ്ട്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് 24.